എന്താ പരിപാടി? പരിപാടി എന്താ പറയൂ. മാങ്ങ കുറച്ച് മുക്കി വെച്ചിട്ടുണ്ട്. ആ, ഉപ്പിലിട്ടത് ഉണ്ടാക്കാൻ. ആ, ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്താ? സേമിയ ഉപ്പുമാവ്. സേമിയ ഉപ്പുമാവ് മുത്തശ്ശിക്ക് ഇഷ്ടമാണോ? സേമിയ മുത്തശ്ശിക്ക് ഇഷ്ടമല്ല. മുത്തശ്ശിക്ക് ദോശ. ദോശ ഇഡലിയോ? ദോശ ഇഡലി വലിയ ഇഷ്ടമില്ല. ഇവിടെ ഉപ്പുമാവൊക്കെ ഇഷ്ടമാണ്. പിന്നെ കിച്ചടി ഉണ്ടാക്കി അതൊക്കെ. സേമിയ അങ്ങനെ ഇഷ്ടം. സേമിയ മാത്രമായിട്ടുള്ള ഇഷ്ടമല്ല അല്ലേ? അപ്പൊ അമ്മ എന്താ ഇവിടെ പണി? അമ്മ കപ്പൊക്കെ കഴുകി വെച്ചത് എടുത്തു വെക്കുകയാണ്. മറ്റേ മാങ്ങയാണല്ലോ. ഇത് മറ്റേ സേലം മാങ്ങ. അതാ പേര്? തത്തമ്മച്ചുണ്ട് വന്നത് തല വെച്ചില്ല തിന്നിട്ട്. ഈ മാങ്ങയ്ക്ക് എന്താ പറയാന്നല്ലരും ഒന്ന് പറഞ്ഞേ. ഈ മാങ്ങ പക്ഷെ ഇത് ഭയങ്കര ഒരു അതല്ല, ഇതിന്റെ കളറൊക്കെ നോക്കൂ. മാങ്ങ ആകെ കൊളാണ്. കളറിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലോണം കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? എല്ലാം കഴുകി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല പുളിയുണ്ട്. കാണുമ്പോ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ മാങ്ങ കാണുമ്പോ എന്താണെന്ന് ഓർമ്മ വരുന്ന അറിയോ? അജയമാന്റെ അവിടെ പോയിട്ട് കോയമ്പത്തൂരിന്ന് വരുമ്പോ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഉപ്പും മുളകും ഇങ്ങനെ ആക്കിട്ട് വെച്ചാൽ അതെ, ഒരു അമ്പലത്തില് പോയപ്പോ സുബ്രഹ്മണ്യന്റെയോ അമ്പലത്തിൽ പോയപ്പോ അത് നേരത്തെ മുത്തശ്ശി ഇന്ന് ഉറങ്ങിക്കോളൂ. മുത്തശ്ശിക്ക് ഉറക്കം വരുന്നുണ്ട്. ഒരു ദോശ കഴിക്കട്ടെ. ആ കുഞ്ഞാവേ എന്താ വീടുവോ? കമ്മല് കുത്തി. അയ്യോ, കമ്മല് കുത്തി കാലില്. എന്താ ഇത്? ഈ ചണ്ടീന്റെ പണിയാണ് അമ്മ ഇതൊക്കെ അവിടെ നിലത്തിട്ട് പോണത്. ചിരിച്ചാതി. അങ്ങനെ നമ്മള് പച്ചമുളകും സവോളയും നീ ഒരു ക്യാരറ്റും കൂടെ എടുക്കണം. അപ്പൊ ഒരു സവോള ആയിട്ട് എടുക്കണല്ലോ. അപ്പൊ രണ്ടെണ്ണം വേണോ? രണ്ടര എടുത്തോളൂ. ആയിക്കോട്ടെ, രണ്ടെണ്ണം എടുക്കാം. ഇപ്പൊ ഞാൻ ഒന്നും എടുത്തില്ല. അപ്പൊ ഒരു ഉള്ളിയും കൂടെ നേരെ കാട്ടും. മാളൂനും കുഞ്ഞാവയ്ക്കൊക്കെ സേമിയ ഉപ്പുമാവെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പൊ എന്നാ ഇതൊക്കെ നമുക്ക് അരിഞ്ഞ് റെഡിയാക്കാം. ഇതിനെ കുഞ്ഞിതാക്കിട്ട് തന്നെ അരിയില്ലമ്മ. അതെ, നമുക്ക് സേമിയം പൊട്ടിക്കാണ്ട് ഇത് നുറുക്കി വെച്ചിട്ടാവാ വിചാരിച്ചിട്ടാണ്. പിന്നെ അതുമല്ല നമ്മള് കുട്ടികളൊക്കെ ഉച്ചക്ക് അല്ലെങ്കിൽ വൈകുന്നേരം സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ അവർക്ക് കൊടുക്കാൻ നല്ലൊരു ഡിഷാണ്. ഇവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് ഈ ഉപ്പുമാവ്. എല്ലാരും വീട്ടിലും ഉണ്ടാക്കലുണ്ടോ പറയൂ. മുത്തശ്ശിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതെ, മുത്തശ്ശി നടന്ന് തുറന്നു പറഞ്ഞു. ഇഷ്ടമുള്ളൂ. അതെ. ഒന്ന് മാളുവിന്റെ അവിടെ ദോശയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടുന്ന് മാങ്ങക്കറി എടുത്ത് കൂടെ കഴിക്കാൻ. അല്ല മാളു? ദോശ. മാളു എനിക്ക് ദോശ തന്നു, ഞാൻ മാളുവിന് ഉപ്പുമാവ് കൊടുക്കും. ഞങ്ങൾ ബാർട്ടർ സംവിധാനമാണ്. എന്താ അമ്മ ഇതിന് മലയാളം പറയാ? അമ്മ പാവം ഇതാ കറിയാണ്. ഈ ദോശ ആണോ ഒരു പൊട്ട്? നമ്മളിവിടെ ഒരു പൊട്ട് എന്നാ പറയാ കേട്ടോ കഷ്ണത്തിനല്ലേ അമ്മേ? ചെറിയ കഷ്ണം. എരിവുണ്ടോ? എന്നൊന്നും കഴിച്ചിട്ടില്ലല്ലോ അത്. എന്താ മാളു? അപ്പൊ അമ്മ ഉണ്ടായാലും സേമിയൊക്കെ പൊട്ടിച്ചു കേട്ടോ. അല്ല പൊട്ടിക്കല്ല, പാക്ക് പൊട്ടിച്ചു. പൊട്ടിക്കട്ടെ. ഒരു പാക്കറ്റ് ഫുള്ള് കൊടുക്കാം അല്ലേ? അതെ, നല്ല ഉണ്ടാവും, എല്ലാവർക്കും വേണ്ടേ. ഇങ്ങനെ പൊട്ടിച്ച സേമിയ ഇഷ്ടമല്ല വാങ്ങുന്നത്. ഇത് നല്ല ടേസ്റ്റ്. ഇത് നമുക്ക് ഒന്ന് വറക്കണല്ലോ. അതെ, അപ്പൊ ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടും. ഇത് ഒരു പാക്കറ്റ് കൊണ്ട് എല്ലാവർക്കും എടുത്തോളൂ. അപ്പൊ അതങ്ങനെ സേമിയ പൊട്ടിക്കാട്ടോ. ഇതൊന്ന് വറുത്തെടുക്കണ്ടേ. പൊട്ടിച്ചത് റോസ്റ്റ് ചെയ്തത് ഇപ്പൊ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അല്ലേ അമ്മ? ഉണ്ട്. അമ്മോ, ആ വറുത്തിട്ടുള്ള നമ്മള് പാക്ക് വാങ്ങുമ്പോ വറുത്ത സേമിയ ആയിട്ട് കിട്ടുമല്ലോ. എന്താ വെച്ചാൽ കൊറേ ദിവസമായിട്ട് ഇങ്ങനെ വറുത്ത് വെക്കണല്ലേ. ഇങ്ങനത്തെ വാങ്ങിയിട്ട് ഒന്ന് പൊട്ടിക്കണം. കുറച്ചൊരു പണിയുണ്ട്, അത്രേ ഉള്ളൂ. അത് വറുത്ത് വേറൊരു ടേസ്റ്റ് ആണ് നമ്മൾ അപ്പം വറുക്കണത്. നമ്മള് പായസത്തിനും ഈ ഒരു രീതിയിൽ തന്നെ അല്ലേ വാങ്ങിക്കുക, പൊട്ടിക്കാത്തല്ലേ?
നമ്മളിത് ചീനിച്ചട്ടിയിലാണ് അമ്മ ഉണ്ടാക്കുന്നത്. നമ്മൾ പക്ഷെ വേറെ ചട്ടിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നാളെ രാവിലെ നമുക്ക് ക്യാരറ്റ് സേമിയ ഉപ്മാവ് ഉണ്ടാക്കാം. അപ്പം ഇന്നിപ്പോൾ ഏതായാലും നമ്മളെ സാധനം നമ്മൾ ഉപയോഗിക്കണ ചീനച്ചട്ടി മതി. ഒരേപോലെ തകിലെന്നാ പറഞ്ഞത്. പക്ഷെ ഒന്നും കൂടെ ഒരു പാക്കും കൂടെ അതിന്റെ പകുതി മതിയോ കേട്ടോ, പകുതി കൂടെ എടുക്കാം. അതാകുമ്പോ നാളികേരൊക്കെ നല്ല കുട്ടിയായി ചിരകി വെച്ചിട്ടുണ്ട്. നമ്മ രാവിലെ തുടങ്ങിയതല്ലേ അമ്മ പണി? നല്ല പണി തന്നെ ആയിരുന്നു. അതാണ് ഇന്നിപ്പോ വീഡിയോയിലൊക്കെ നമ്മളൊരു 3 എണ്ണം എടുത്തു. അതെ. പിന്നെ പോരായിട്ട് ഗാർഡനിൽ ഇല വീണിട്ട് പണി നടക്കല്ലേ, അപ്പൊ ഇല വീണിട്ട് അതിന്റെ ഇല പൊറുക്കലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഓരോ തിരക്ക്. അതെ. അപ്പൊ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. അങ്ങനെ നമ്മള് ചീനച്ചട്ടി ഒന്ന് മാറ്റി കടായി വെച്ചു. അമ്മ പറഞ്ഞു ഇതില് മതിയെന്ന്. അപ്പൊ എന്തായാലും ഇത് ചൂടാവട്ടെ, എന്നിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം സേമിയം. വറുക്കുമ്പോ എണ്ണ ചേർക്കാറില്ലേ? കുറച്ച് ചേർക്കാതെ വറക്കാട്ടോ. ഞാൻ കുറച്ചെണ്ണ വയ്ക്കും. ഞാനോ? അമ്മോ ഉറക്കമുണ്ടോ? ഉറക്കം വരുന്നില്ല. ഇരിക്കാൻ ഇനിയിപ്പോ എന്തൊക്കെ പണിയുണ്ട്, അഡ്രസ് എഴുതാനും കാര്യങ്ങളൊക്കെ ഇനിയുണ്ട്, കൊറിയർ അയക്കാനുള്ളത്. ചിലപ്പോ നാളെ ചെയ്യുള്ളൂ. നാളെ നേരത്തെ നീട്ടിട്ടായാലും മതിയല്ലോ. നോക്കട്ടെ. കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാട്ടോ. അമ്മ ഇത് ഞാൻ സബ് ജില്ലയിലൊക്കെ പഠിക്കുമ്പോ കുച്ചിപ്പുടി കളിച്ച പ്ലേറ്റ് അല്ലേ? അല്ല അതല്ല, അത് വേറെ. കുച്ചിപ്പുടി താലം വേറെ ഉണ്ട്. ഇതല്ല അല്ലേ? അല്ല അതല്ല. ശരി, മറ്റേ പ്ലെയിനാ. പ്ലെയിനാ. പിന്നെ അല്ല മക്ക് കുറച്ചിങ്ങനെ ഒരു ഇതായിട്ടുള്ള ഇതല്ല, കുറച്ചുകൂടെ ചെറുതാ. എൻ്റെ ഇടയിലേ ഇന്നൊരു കളർ ലേശം കപ്പ് കളർ പോയി. അതെന്താ അറിയോ, നമ്മള് വർത്തമാനം പറഞ്ഞിരിക്കുന്നല്ലോ, അപ്പൊ എനിക്ക് ശ്രദ്ധ പോയി. അപ്പൊ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാട്ടോ. അമ്മ ഇതിൽ ഉഴുന്നുപരിപ്പ് ഇടുവോ? എന്നിട്ട് ഇടണില്ല, നമ്മള് കടുക് മാത്രം ഇടല്. കടലപ്പരിപ്പ് ഇട്ടാലോ? കടലപ്പരിപ്പ് വേണ്ട, കഴിഞ്ഞ് നമ്മൾ കടലപ്പരിപ്പിന് വാങ്ങിയിട്ട് വേണം. അമ്മ ഉച്ചക്ക് കടലപ്പരിപ്പ് കുതിർത്തി വെച്ചിട്ട് പീച്ചിങ്ങയുടെ പൊരിയലിട്ടതാ. അതെ. അപ്പൊ ഈ കഴിഞ്ഞ് വാങ്ങിയിട്ട് വേണം കേട്ടോ. ഇനി എണ്ണ ചൂടായി, കടുക് വേഗം ഇടാം. ഒരു മുളക് ഇട്ടാ നമ്മൾ എടുക്കണുള്ളൂ. അത് വേണ്ട, എരിവുണ്ടാവും. ഈ പച്ചമുളകിന് അത്യാവശ്യം എരിവുണ്ട്. ഇതൊക്കെ ഒന്നിച്ചിട്ടുണ്ട്. കറിവേപ്പില, പച്ചമുളക്, സവാള, ക്യാരറ്റ് ഒന്ന് വഴറ്റി കൊടുത്ത് റെഡിയാക്കാം. ഇതില് മഞ്ഞപ്പൊടി ഒന്നും ഇല്ലല്ലോ? മഞ്ഞപ്പൊടി വേണം. ഇതൊക്കെ ചെയ്യാം, നമ്മൾ ഇടാറില്ല. നമ്മൾ ഉപ്പ് ഇതിൽ തന്നെ ഇട്ട് കഴിഞ്ഞാലേ വഴറ്റുമ്പോൾ ഉപ്പും കൂടി ഈ കഷ്ണത്തിലൊക്കെ ഒന്ന് പിടിക്കൂലോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് സേമിയ ഇടാം. തിളച്ചു വിട്ടാൽ നമുക്ക് സേമിയ ഇടാം.
സേമിയ മാവൊക്കെ ഫൈനൽ സ്റ്റേജായി. അതെ, ഇനി നമുക്ക് കുറച്ച് നാളികേരം കൂടെ ഇതിലേക്ക് ഇടാം. അത് ഇട്ട് കൊടുക്കട്ടെ? ഇട്ടോളൂ. അതിനിടയിൽ ഞാൻ എന്താ ഇവിടെ റോസ്റ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പനങ്കൽക്കണ്ടൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്, തിളപ്പിക്കുകയാണ്. നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. അതെ, നല്ല ഇഷ്ടമായി അമ്മ ഉണ്ടാക്കി. ക്യാപ്പക്കയിൽ നിന്ന് വാങ്ങിച്ചതാണ് നമ്മള് റോസ്റ്റി. ഇത് അതിൽ റോസ് പെറ്റൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുള്ളത് തന്നെയാണ്, നല്ല ടേസ്റ്റ് ആണ്, നല്ല ഹെൽത്തിയാണ്. അവിടെ ഒരാൾ അമ്മുച്ചിട്ടാ പറഞ്ഞോണ്ടിരിക്കണം. മിഠായി ആവും അല്ലേ? വെറും മിഠായി വേണ്ട, എപ്പോഴും മിഠായി ഒന്നും പാടില്ല കേട്ടോ. മിഠായി എപ്പോഴും കഴിക്കാൻ പാടില്ലേ. ഗ്യാസ് ഓഫ് ചെയ്യാട്ടോ. ഇനി മിഠായി ഇല്ലേ? ഒരു ദിവസം ഒരു മിഠായി ഉള്ളൂ. കുറച്ച് റോസ്റ്റ് എടുക്കാം. കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള റോസ് പെറ്റൽസ് ഒക്കെ ഉണ്ടാവും. ഇത് നമ്മൾ നൈറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ ഈവനിങ് ടൈമിലോ മോർണിംഗ് ടൈമിലൊക്കെ നല്ല ഒരു റിഫ്രഷ്മെന്റ് ആയിരിക്കും. അത് മതിയാവും തോന്നുന്നു. കൂടുതൽ കടുപ്പം വേണ്ട. മതിയാവോ? അത് മതി. ഇത് തികയോ? ഇന്നലെ കുറച്ചുകൂടെ ഇട്ടു കേട്ടോ. ഇത് മതിയാവോ? തുള്ളി കൂടെ ഇടാം. എനിക്കൊരു ഡൗട്ട്. നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു സ്മെല്ലാണ്, നമുക്ക് നല്ലൊരു റിഫ്രഷ്മെന്റ് ആണ് അല്ലേ? ഒരു പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും കുടിക്കാൻ തോന്നുന്നു. അതാണ് പറയാനുള്ളത്. അപ്പൊ സേമിയ ഉപ്മാവൊക്കെ റെഡി ആയിട്ടോ. നമ്മളെ ചായ ഇതാ അവിടെ റോസ്റ്റി ഇവിടെ തിളച്ച് റെഡി ആയിരിക്കണു. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ മാങ്ങാക്കറി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിക്കാം. എങ്ങനെ മാങ്ങാക്കറി ഉണ്ടാക്കുക അറിയോ? ഇൻസ്റ്റന്റ് ആണ്. അതെ, ഒരു മാങ്ങ എടുത്ത്, അല്ലെങ്കിൽ വലിയ മാങ്ങയല്ലേ ആ മാങ്ങ, അപ്പൊ അതിന്റെ പകുതിയൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കും. 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്കൊക്കെ എന്നുള്ള രീതിയിൽ. അതെ, അല്ല ഇതിപ്പോ 3 ദിവസത്തെ ഉണ്ടാവില്ല, ഇതിപ്പോ ഒരു ദിവസത്തിനല്ലേ ഉണ്ടാവില്ല. എല്ലാരും കൂട്ടുമ്പോ അതെ, എല്ലാരും കഴിക്കും. അപ്പുറത്ത് അമ്മാനൊക്കെ ആണെന്നുണ്ടല്ലോ, എല്ലാരും എടുക്കുമ്പോഴേക്കും ഇത് കഴിയും. അപ്പോഴേക്കും കഴിയും. ഇനി നാളെ വീണ്ടും ഇതേപോലെ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കും. അതെ, അതിനാണ് കൂടുതൽ ടേസ്റ്റ്. ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാണ്ടല്ലോ വേഗം. പിന്നെ അല്ലെങ്കിൽ നല്ല മാങ്ങയാണ്. അതെ, ഈ മാങ്ങ അത്ര ഇതില്ലല്ലോ. നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ഇരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നൈറ്റ് വ്ലോഗ് ഇത്രേ ഉള്ളൂ. അപ്പൊ ബൈ ബൈ മാളു. ബൈ.